2025 നമ്മളെ വിസ്മയിപ്പിച്ച 10 ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഏതെങ്കിലും മിസ്സായെന്ന് തോന്നിയാലും കമന്റ് ചെയ്യുക. ജാനുവരിയിൽ ഇറങ്ങിയതിൽ 2 സിനിമകളാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയത്. ജാനുവരി 9 റിലീസായ റീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ ഡയറക്ട് ചെയ്ത രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ മൂവി 50 കോടി ക്രോസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു. അതിനുശേഷം ജാനുവരി 30 റിലീസായ ജ്യോതിഷ് ശങ്കർ ഡയറക്ട് ചെയ്ത ബേസിലിന്റെ പൊന്മാൻ. ഈ മൂവി ഒരു സ്റ്റാർഡം ബേസിലിന് നേടിക്കൊടുത്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുപോലെ അന്യായ പെർഫോമൻസ് ആയിരുന്നു ബേസിലിന്റെ. ഫെബ്രുവരിയിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി വന്നത്. ചാക്കോച്ചനോടൊപ്പം കുറച്ച് വില്ലന്മാരും അടിപൊളിയായി അഭിനയിച്ച ഒരു നൈസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഇന്ത്യ മുഴുവൻ പ്രൊമോഷൻ കൊടുത്ത് മോളിവുഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പിൽ വന്ന മൂവിയാണ് എമ്പുരാൻ. പ്രതീക്ഷകൾ ഒട്ടും നശിപ്പിക്കാതെ മുരളി ഗോപി, പൃഥ്വിരാജ്, മോഹൻലാൽ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി ബമ്പർ ഹിറ്റായി. കുറെ പേർ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയ എമ്പുരാൻ സ്വന്തമാക്കിയത് 266 കോടിയാണ്. റിലീസായതിന്റെ അന്ന് തൊട്ട് ഈ സിനിമയെ ചുറ്റിപ്പറ്റി നടന്നതെല്ലാം വെച്ച് നോക്കിയ ഒരു സിനിമയാക്കാം. എന്തൊക്കെയായിരുന്നു അല്ലേ? എമ്പുരാന് തൊട്ടുപിറകെ ഏപ്രിൽ തിയേറ്ററിലെത്തിയ തരുൺ മൂർത്തിയുടെ തുടരും ഒരു പക്ക മോഹൻലാൽ ഫാൻ ബോയ് ഏറ്റമാണ്. അതും 200 കോടി. പിന്നെ കുറച്ചു മാസം വലിയ ഹിറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ആ പരാതി തീർക്കാൻ ഒരു ഐറ്റം വന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ ഹീറോ ചന്ദ്ര. ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ കല്യാണി പ്രിയദർശന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിലെ ആദ്യ 300 കോടി. തിയേറ്ററിൽ ഒരു വിസ്മയം തന്നെ തീർത്ത ചന്ദ്ര ആൾക്കാരെ പിന്നെയും തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. 2 ഒക്ടോബറിൽ ഋഷഭ് ഷെട്ടിയുടെ കാന്താര റിലീസായി. തിയേറ്റർ എക്സ്പീരിയൻസ് പീക്ക് ലെവൽ സമ്മാനിച്ച ഈ ചിത്രം കുറെ പേര് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കിയിട്ടുണ്ട്. അവരുടെ നഷ്ടം, അല്ലാണ്ടെന്ത് പറയാൻ. വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം എന്ന് തോന്നിപ്പിച്ച വിഷ്വൽസ്. 850 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ. ഒക്ടോബർ 31 രാഹുൽ സദാശിവന്റെ ഡൈസറെ വന്നത്. 2025 വന്നതിൽ വെച്ച് ഒരു അഡാറ് ഹൊറർ മൂവി. അതുവരെ കണ്ട പ്രണവിനെ ആയിരുന്നില്ല രാഹുൽ സദാശിവന്റെ ഫ്രെയിമിൽ നമ്മൾ കണ്ടത്. നവംബർ 21 വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ തിയേറ്ററിലെത്തിയ കിഷ്കിന്ധാകാന്ഡം ടീം ഒരുക്കിയ മൂവിയാണ് എക്കോ. മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് ഒഴുകിയതെന്നും പറയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മമ്മൂട്ടിയുടെ കളങ്കാവ്. മമ്മൂട്ടിയുടെ മാത്രം പറഞ്ഞാൽ പോരാ, വിനായകന്റെയും. രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. മമ്മൂക്ക വില്ലനായി എത്തുന്നത് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആണെന്ന് ബ്രഹ്മയുഗം കണ്ടപ്പോഴേ നമുക്കറിയാം. ഒട്ടും നിരാശപ്പെടുത്താതെ മറ്റൊരു ക്ലാസിക് വില്ലനെ സമ്മാനിച്ചിട്ടുണ്ട് കളങ്കാവൽ. ഇതാണ് മലയാളത്തിൽ അല്ല ഇന്ത്യയുടെ തന്നെ മികച്ച 10 2025 റിലീസസ്. കഴിഞ്ഞ ഡിസംബർ 5 റിലീസായ ദുരന്തർ 25 ദിവസം കൊണ്ട് തന്നെ 700 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ദർ ഡയറക്ട് ചെയ്ത രൺവീർ സിംഗിന്റെ ഈ മൂവി 1000 കോടി ക്രോസ് ചെയ്യാനാണ് ചാൻസ്. പിന്നെ ചില വലിയ ഹൈപ്പിൽ കുറച്ച് കംബാക്സ് പ്രതീക്ഷിച്ചതെല്ലാം ഗോ ബാക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.